പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നത്? സിതാരയ്ക്ക് വേണമെങ്കിൽ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാലോ എന്നൊക്കെ. പക്ഷെ ഞാനത് ചിന്തിച്ചില്ല. എനിക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ അതിന്റെ മകൾക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിച്ചു. അവളെ വളർത്തുക, അവളെ കണ്ടോണ്ടിരിക്കുക, അതൊക്കെ തന്നെ ആയിരുന്നില്ലേ സിനി ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന സന്തോഷം. അവൾക്കൊരു ഇഷ്ടമുണ്ട്, അതിന്റെ കാരണക്കാരി ഞാൻ തന്നെ. ഞാൻ തുടങ്ങി വെച്ചൊരു പ്രപ്പോസലായി. പക്ഷെ അന്ന് അതിന്റെ ഭീകരത എനിക്കറിയില്ലായിരുന്നു. കൺമുന്നിൽ എത്രത്തോളം ലക്ഷണങ്ങൾ കണ്ടിട്ടും പിന്നെയും ഞാനത് നടത്താന്ന് പറഞ്ഞ വേർക്കട്ടെ, എന്നെ എന്റെ മോള് വേർക്കട്ടെ. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നെ തിരിച്ചറിയും. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നെന്നും അവളെ മാത്രമാണ് ഈ ലോകത്തെ ഞാൻ സ്നേഹിച്ചതെന്നും. പ്ലീസ്, എന്റെ സങ്കടം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. സിതാര അയൺ ലേഡിയല്ലേ, എന്ത് പ്രശ്നത്തിന് മുമ്പിലും പാറ പോലെ ഉറച്ചു നിൽക്കുന്നവളല്ലേ. സിതാരയ്ക്ക് എന്ത് സങ്കടം? മാഡം, ഗാഥ മാഡത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന്റെ കാർഡ് വേണം, പിന്നെ ആധാർ കാർഡിന്റെ ഒറിജിനൽ കോപ്പി, പിന്നെ പേഷ്യന്റിന്റെ ഒരു ഡ്രസ് കൊടുത്തോളൂ. മാം പോയി അതൊക്കെ എടുത്തിട്ട് വരൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അലസിനി, ഞാൻ പോയാല്? പോയിക്കോളൂ മാം. പോയിട്ട് വരുമ്പോഴേക്കും മാം ഒന്ന് ഫ്രഷ് ആവും. ശരി, ഞാൻ പെട്ടെന്ന് വരും.